എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 39 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അക്രൂരനോട് ഭഗവാൻ ചോദിക്കണം, അവിടെ കംസന്റെ രാജ്യത്തെ എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? വസുദേവരും ദേവകി ദേവിയും ഒക്കെ സുഖമായിട്ട് ഇരിക്കണില്ലേ? ചോദിക്കുമ്പോ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ പറയണു, നമ്മുടെ ഈ വംശത്തിനെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു മഹാരോഗമായിട്ടുള്ള കംസൻ, ആ കംസൻ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ബന്ധുക്കളായ നമ്മൾക്ക് അവിടെ സുഖം ഉണ്ടോ എന്ന് ചോദിക്കണത് തന്നെ തെറ്റാണ് അല്ലേ അക്രൂരപ്പ എന്ന് പറയണു. പിന്നെതാ അച്ഛനമ്മമാര് ജയിലിലിട്ടതും അതൊക്കെ വളരെ സങ്കടത്തോടു കൂടി പറയണ് കണ്ണൻ പാവം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. അഹോ അസ്മദഭൂരി പിത്രോർവ്രജിനമാര്യയോ യദ്ധേതോ പുത്രമരണം യദ്ധേതോർബന്ധനം തയോഃ. ഭഗവാൻ പറയാ, അയ്യോ എന്തൊരു കഷ്ടം. സർവദാ പൂജ്യരായ എന്റെ അച്ഛനമ്മമാര് ഞങ്ങള് നിമിത്തം എത്ര ദുഃഖം അനുഭവിക്കണം. ഞങ്ങളുടെ കാരണം കൊണ്ട് അവരുടെ പുത്രന്മാരെ എല്ലാവരെയും ആ കംസൻ ഹനിച്ചു. ആതുലൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കംസൻ ഹനിച്ചു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിലിട്ട് ബന്ധിക്കുകയും ചെയ്തു. ദിഷ്ട്യാദ്യ ദർശനം സ്വാനാം മഹ്യം സൗമ്യ കാക്ഷിതം സഞ്ജാതം വർണ്യതാം ദാത തവാഗമന കാരണം എന്ന് മാത്രല്ല, ഹേ സാധുശീലനായ ദാത, അങ്ങനെ വിളിക്കണം അക്രൂരന്. അത്രയും സ്വഭാവ ഗുണം ഉള്ള ആളാണ് അക്രൂരൻ എന്നറിയാം ഭഗവാന്. ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കൂടി ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ. എത്രയോ കാലമായിട്ട് ചിരകാലമായിട്ട് കാക്ഷിച്ചിരിക്കുന്ന ആ ദർശനം ഇന്ന് ഞങ്ങൾക്ക് സിദ്ധിച്ചത് ഞങ്ങളുടെ മഹാഭാഗ്യം എന്ന് പറയണു ഭഗവാൻ അക്രൂരനോട്. പിന്നെ അതാ പറയണം, അങ്ങ് ഇവിടെ വന്നതിന് എന്തെങ്കിലും ഒരു വിശേഷ കാരണം ഉണ്ടാവാതിരിക്കില്ല. അത് എന്താന്ന് വെച്ചാൽ ഒന്ന് വിസ്തരിച്ചു പറയൂ, അത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം എന്ന് ഭഗവാൻ പറയണതിനനുസരിച്ചിട്ട് ഇതാ അക്രൂരൻ അതിന് മറുപടി പറയണം. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചപ്പോ കംസന് ആ യദുക്കളെ കുറിച്ചുള്ള ആ വൈരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയണ അക്രൂരൻ ഇപ്പൊ കൂടിക്കൂടി വരിക കംസന് യദുവംശരോടുള്ള ആ ഒരു വൈരം. വസുദേവനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായ സംഭവങ്ങളും മുഴുവനും അക്രൂരൻ ഭഗവാനോട് പറഞ്ഞു. യൽ സന്ദേശോ യദർത്ഥം വാ ദൂത സംപ്രേഷിത സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനകദുന്ദുഭേ. ഇപ്പോ കംസൻ ധനുർയാഗം ചെയ്യാണെന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ വധിക്കാനായിട്ട് ആ ചാണൂരാദി മല്ലന്മാരെ ഏർപ്പാട് ചെയ്തിരിക്കുന്നതും ധനുയാഗത്തിന് ക്ഷണിക്കാനായി തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഒക്കെ പിന്നെ നാരദൻ കംസന്റെ അരികത്ത് വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവന്റെ പുത്രനാണ്, നന്ദഗോപന്റെ പുത്രനല്ല എന്ന് പറഞ്ഞ് കംസനെ ഇളക്കി വിട്ടതും അങ്ങനെയല്ല, എല്ലാം വാസ്തവം ആയിട്ടുള്ള എല്ലാ സംഗതികളും അക്രൂരൻ ഭഗവാന്റെ മുമ്പിൽ യഥാർത്ഥമായിട്ട് പറഞ്ഞു. അക്രൂരൻ ഭഗവാനോട് ഒരു കാര്യവും മറച്ചു വെക്കാതെ പറഞ്ഞതുകൊണ്ട് കപടബുദ്ധി ഇല്ലാത്ത ആളാണ് അക്രൂരൻ എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കണം അല്ലെ. ഭഗവാൻ സർവജ്ഞനാണ്, എന്നാലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചോദിക്കണത് എന്ന് അക്രൂരന് അറിയാം. ഭഗവാനാണെന്ന് നല്ലോണം അറിയാലോ. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും മുഴുവൻ അക്രൂരൻ മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു. ശ്രുത്വാ അക്രൂരവച കൃഷ്ണോ
ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതു. അങ്ങനെ അപ്പൊ ഭഗവാനും രാമനും കൃഷ്ണനും ഇത് കേട്ടപ്പോ അവർക്ക് ചിരി വന്നു. ചിരിക്കാണ് രണ്ടാളും അക്രൂരൻ പറഞ്ഞത് കേട്ടപ്പോ. അതെന്താ, അവർക്കിപ്പോ ഈ ശത്രുക്കളെ വധിക്കാൻ വല്ല വിഷമമുണ്ടോ? അങ്ങനെ തങ്ങളുടെ ശത്രുക്കളെ സംഹരിക്കാൻ തക്ക വീര്യപരശാലികളായ ബലരാമനും കൃഷ്ണനും, അതാണ് ബലശ്ച പരവീരഃ പ്രഹസ്യ, ഒരു പരിഹാസം പോലെ ചിരിച്ചു ഇത് കേട്ടപ്പോ. പിതാവായിട്ടുള്ള നന്ദഗോപരോട് തങ്ങളുടെ വധത്തിനായിട്ട് കംസൻ ശ്രമിച്ചിട്ടാണ് ധനുരാഗം ആരംഭിക്കുന്നത് എന്ന് പരമാർത്ഥം പറഞ്ഞാൽ അവർക്ക് പോവാൻ സമ്മതിക്കില്ല, അവർക്ക് വിഷമാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പറയണ്ട കേട്ടോ അക്രൂര, അപ്പൊ അച്ഛനോടും അമ്മോടും പറയണ്ട ഈ സംഗതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാത്രം പറഞ്ഞില്ല. അങ്ങനെ രാജാവതാ കംസൻ ധനുർയാഗം ആരംഭിക്കണു. അതിന് നമ്മളെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് പോവാനാണ് അക്രൂരനെ പറഞ്ഞയച്ചിരിക്കുന്നത് അച്ഛ എന്ന് നന്ദഗോപരോട് പറഞ്ഞു. നന്ദഗോപർക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നാലും കംസൻ അങ്ങനെ പറഞ്ഞയച്ചൂലോ എന്നൊക്കെ പാവം നന്ദഗോപര് സത്യം അറിയാത്ത നന്ദഗോപര് വിശ്വസിച്ചു. എല്ലാരോടും അതുപോലെ തന്നെ പറഞ്ഞു. ഗോപാൻ സമാധിശൽസോപി ഗൃഹ്യതാം സർവഗോരസ ഉപായനാനി ഗൃഹീധ്വം യുജ്യന്താം ശകടാനി ച. ഭഗവാനിതാണ്ട് പറഞ്ഞത് കേട്ടപ്പോ നന്ദഗോപര് ഉടനെ ഗോപന്മാർക്കെല്ലാം കൽപ്പന കൊടുത്തു. രാജാവായ കംസൻ നടത്തുന്ന ധനുയാഗത്തിനായിട്ട് സകല ഗോപന്മാരും പാല്, തൈര്, മോര്, വെണ്ണ മുതലായ ഗോരസങ്ങളും രാജാവിന് കാഴ്ചവെക്കാനായി ശ്രേഷ്ഠങ്ങളായ പദാർത്ഥങ്ങളും എല്ലാവരും ശേഖരിച്ചോളൂ. വണ്ടികൾ തയ്യാറാവട്ടെ എന്നൊക്കെ അങ്ങോട്ട് അനൗൺസ് ചെയ്യണം, ചെണ്ട കൊട്ടി അറിയിക്കണം. യാസ്യാമശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേ രസാൻ ദ്രക്ഷ്യാമസു മഹൽ പർവ യാന്തി ജാനപദാ കില ഏവമാഘോഷയൽ ക്ഷത്ര നന്ദഗോപസ്വഗോകുലേ. നമ്മളെല്ലാവരും നാളെ മധുരയിലേക്ക് പോണം. രാജാവായ കംസന് ഗോരസം മുതലായ പദാർത്ഥങ്ങള് കാഴ്ചവെക്കണം. അവിടെ നടക്കുന്ന ആ ധനുർയാഗ മഹോത്സവം എല്ലാം കണ്ട് നമുക്ക് സന്തോഷിക്കാം. നാട്ടുകാരെ എല്ലാവരും വരണം. ഇങ്ങനെ നന്ദഗോപര് തന്റെ ഗോകുലത്തിലെ രക്ഷാപുരുഷനെ കൊണ്ട് കുട്ടി അറിയിച്ചു, ചെണ്ട കുട്ടി അറിയിച്ചു. ഇതങ്ങോട്ട് കേട്ടില്ലേ ഗോപസ്ത്രീകള്? അവർക്ക് അങ്ങോട്ട് കണ്ണന് ഇവിടുന്ന് പോവാണെന്ന് അറിയുമ്പോൾ ഉള്ള അവരുടെ സങ്കടം അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരണു. അവര് ഞെട്ടിപ്പോവാണ്. ഗോപ്യസ്താസ്തദുപശ്രുത്യ ബഭൂവുർവ്യഥിതാഭൃശം രാമകൃഷ്ണോ പുരിം നേതും അക്രൂരം വ്രജമാഗതം. ഇതങ്ങോട്ട് കേട്ടില്ലേ? എല്ലാ സ്ഥലത്തും ചെണ്ടകൊട്ടി അറിയിക്കാണ്. അവിടെ ധനുയാഗം നടക്കണു, എല്ലാവരും പോണു, രാമകൃഷ്ണന്മാരും ഉത്സവം കാണാൻ പോണു എന്നൊക്കെ അങ്ങോട്ട് കേട്ടു. ബലരാമനെയും ശ്രീകൃഷ്ണനെയും മധുരാപട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് അക്രൂരൻ വന്നിരിക്കണത് എന്നുള്ള വൃത്താന്തം അറിഞ്ഞു ഗോപശ്രീകള്. എല്ലാവരും അത്യന്തം വ്യസനിച്ചു. കാശ്ചിൽ തൽകൃതഹൃത്താവ് ശ്വാസംമ്ലാനമുഖശ്രിയ സംസ്രദ്ദുകൂലവലയ കേശഗ്രന്ഥ്യശ്ച കാശ്ചന. ആ ഗോപസ്ത്രീകള് വ്യസനിച്ചു എന്ന് പറഞ്ഞത് 5 ശ്ലോകങ്ങൾ കൊണ്ടാണ് വർണ്ണിക്കുന്നത്. ബലരാമനും കൃഷ്ണനും ഗോകുലം വിട്ടു പോകണു എന്നങ്ങോട്ട് കേട്ടപ്പോ ചില ഗോപസ്ത്രീകൾക്ക് ആ തൽക്ഷണം ഉണ്ടായ മനോദുഃഖാധിക്യത്താൽ അത്യുഷ്ണമായ ആ ദീർഘശ്വാസം, അവരങ്ങോട്ട് ദീർഘശ്വാസം നിമിത്തം പെട്ടെന്ന് അവരുടെ മുഖം അങ്ങോട്ട് വാടി. ചിലര് ആലസ്യം ബാധിച്ച് ബോധം കെട്ട് വീണു എന്നാ പറയണത്. ചിലർക്ക് ആ താപം അങ്ങോട്ട് വർദ്ധിച്ചിട്ടേ ഉടുത്ത വസ്ത്രം അങ്ങോട്ട് അഴിഞ്ഞു, കെട്ടിവെച്ച തലമുടി ഉലഞ്ഞഴിഞ്ഞു വീണു, കൈകളിലിട്ടിരുന്ന വളകൾ ഊരി വീണു എന്നാ പറയുന്നത്. അത്രയും പെട്ടെന്ന് അവരുടെ ആ ശരീരം അങ്ങോട്ട് ക്ഷീണിച്ചു ബോധം കെട്ട മാതിരിയായിട്ട് കയ്യിലിട്ടിരുന്ന വളകൾ ഊരി വീണുന്ന്. അങ്ങനെ അവര് ഒരു പ്രതിമ നിക്കണ മാതിരി അത്രയും അവർക്ക് ആ താപം കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവരിങ്ങനെ നിശ്ചലരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ദുഃഖം ആ ഗോപസ്ത്രീകൾക്ക് ഉണ്ടായി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.